Hello, this is Sonu Ben with my little Benny. She is my plum party. Ah. Hello, this is Sonu Ben with my little Benny. She is my plum party. Apa nak kuniate? Hello, this is Sonu Ben with my little Benny. She is my plum party. ബെനിബി സ്കൂളിൽ പോകാൻ പോലെ ബെനിബി ഇവിടെ ചൈൽഡ് കെയർ സ്കൂളിൽ പോകുമ്പോൾ പുതിയ ജാക്കറ്റൊക്കെ ഇട്ട് അപ്പം ഉണ്ട് അവിടെ. ഓക്കെ, ഹലോ. ഇന്ന് നമ്മുടെ 6th ഡേ ഓഫ് ഡയറ്റ് ആയിരുന്നു. എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്ന് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ലേറ്റായി, 8:30 ആയി എഴുന്നേറ്റപ്പോൾ. പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ബെനിബിബീനെ കണ്ടു കാണുമല്ലോ, ചൈൽഡ് കെയറിൽ വിട്ട ഉടനെ തന്നെ ഇന്നലെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അൽമ, അവൾക്ക് നെയില പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാനായിട്ട് പാർലറിൽ പോകാനായിട്ട് കൂട്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയി. 10 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കോഫി മാത്രം കുടിച്ചിട്ട് ഇതേപോലെ റെഡി ആയിട്ട് പോയി അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 12:40 ആയി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡ് രാഹുൽ പറഞ്ഞു വിശക്കണോ, എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന്. അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആൽമ എന്നോട് നെയിൽ ചെയ്യാൻ പറഞ്ഞു, ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ഒന്നാമത് ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ടല്ല പോയത്. പിന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മുടെ കാലും കൊണ്ട് പെഡിക്യൂറൊക്കെ ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ എനിക്ക് പ്രസൻറ്റബിൾ ആയിട്ട് കൊണ്ടു ചെല്ലണം എന്നുണ്ട്. പക്ഷേ നമ്മൾ നൊരച്ച് തേച്ച് കഴുകിയിട്ട് കൊണ്ടുചെല്ലുകയാണെങ്കിൽ അവർക്കത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ എനിക്ക് ചെയ്യണം തൊട്ട് തോന്നിയതുമില്ല. അൽമ പേ ചെയ്യാമെന്നൊക്കെ ഒത്തിരി പറഞ്ഞു, പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന നേരത്ത് ബെഞ്ചമിൻ എന്നോട് കാർഡ് വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഈ മാസം തന്നെ ലേഷറായിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറേ പൈസ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് അതൊരു അധിക ചിലവായിട്ട് തോന്നി. ഇപ്പം വെച്ചാൽ അധിക ചിലവായിട്ട് തോന്നിയെന്നല്ല, അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ എന്നാലും അൽമ എന്നോട് ഒത്തിരി പറഞ്ഞു കേട്ടോ ചെയ്യുന്നത്, പക്ഷേ ഞാൻ ചെയ്തില്ല. എന്നാൽ പിന്നെ പ്ലാസയിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. പ്ലാസ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. നമ്മുടെ വെരി നിയർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അവിടെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്നാൽ പിന്നെ ബെഞ്ചമിനെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. ബെഞ്ചമിൻ എന്ന വീട്ടിലുണ്ടായിരുന്നു. ബെഞ്ചമിനെ വിളിച്ചു. ബെഞ്ചമിൻ കാറായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫുഡ്. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ഹെൽത്തി ബൗളുണ്ട് അവിടെ വാങ്ങി കിട്ടും. നമുക്ക് ബ്രൗൺ റൈസും പിന്നെ സാലഡ്സും ഏതെങ്കിലും 2 നോൺ വെജ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബൗളുണ്ട്. അത് ഞാൻ ചൂസ് ചെയ്തു. ഇറ്റ് വാസ് സോ ഡെലീഷ്യസ് ആൻഡ് ടു ഹെൽത്തി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് വീഡിയോ ഒന്നും, നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നുമില്ല. ഞാനിങ്ങനെ ഞങ്ങൾ പോയ വീഡിയോസൊക്കെ പുറകെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാനിത് പറയുമ്പോൾ നീ എന്നെ പരിപാടിയായി കാണിക്കുന്നത്, ഈ ഡയറ്റാന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും പോകുന്നതും മാത്രമാണല്ലോ കാണിക്കണേന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതെന്തുകൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് പോലും എനിക്ക് പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നു. ഞാൻ ടോട്ടലി എൻഗേജ്ഡ് ആണ്. അപ്പോൾ ജോലിയുള്ള ഒരു വീട്ടമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ്, എന്നെപ്പോലെ തന്നെയുള്ള വേറെ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. എനിക്ക് വേണമെങ്കിൽ അവിടെ ഷവർമ ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, വേറെ പല ഐറ്റംസും, ബർഗർ ഉണ്ടായിരുന്നു, ഒക്കെ മേടിച്ച് കഴിക്കായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല. അപ്പോഴും ഞാൻ എൻ്റെ കോൺഷ്യസ് ആയിരുന്നു എന്താണ് ഞാൻ കഴിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് കണ്ടമാനം കുറഞ്ഞ് സ്ലിം ആവും, എനിക്കറിയത്തില്ല അതൊന്നും. പക്ഷേ ഹെൽത്തി ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതിൻ്റെ ഓവറോൾ ബോഡിയുടെ ഹെൽത്തിനും എൻ്റെ സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ വേണം ചെയ്യാൻ. നമ്മുടെ ഒരു ആരോഗ്യത്തിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ആരോടും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ കാണാം.
കെട്ടിയവൻ രാവിലെ എണീറ്റ് വന്നിട്ട് അന്യായ കോമഡി ആയിരുന്നു. എനിക്ക് കവിത വന്നത്രേ, കവിത. ഭയങ്കര പാടേ, ആൾക്കാർ പെടുന്നതാണ്. ഇല്ല, അങ്ങനെ ബെഞ്ചമിൻ വന്നിരിക്കുകയാണ്. And chicken. Yeah. Yeah. നിങ്ങൾ എന്നെ ഷവർമ മേടിച്ചോ? ബിരിയാണി, കണ്ടോ ഇവരൊക്കെ ബിരിയാണി, ഷവർമ. ബട്ട് ഞാൻ കണ്ടോ സ്റ്റിൽ ഓൺ ഡയറ്റ്. ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഡയറ്റ് മാറുമായിരിക്കും. ഇതുണ്ടോ ഇതിനകത്ത് ചീറ്റിംഗ്. ബ്രൗൺ റൈസ്, ചിക്കൻ, അയ്യോ ബ്രൗൺ റൈസ് 18. ഡിന്നറിനുള്ള സ്റ്റേക്ക്, മട്ടൺ സ്റ്റേക്ക്, അതായത് ലാമ്പ് സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ബോയിൽഡ് സ്വീറ്റ് പൊട്ടറ്റോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൂപ്പ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നേരം പോലെ, ഉചിതം പോലെ ഞാൻ ചെയ്യും. സ്വീറ്റ് പൊട്ടറ്റോ അങ്ങോട്ട് വെക്കട്ടെ? പിന്നെ ഒരു ഏഷ്യൻ സ്റ്റൈൽ ലാക് സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് നൂഡിൽസ്, അത് ആ സൂപ്പും കൂടെ കഴിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി സൂപ്പ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ. സോ ലെറ്റ്സ് ഹാവ് സം സൂപ്പ്. എവിടെ പോയാലും ഇതിൻ്റെ ഗതി. അത് ഇവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് ബെഞ്ചമിൻ വാങ്ങിച്ച സാധനം ഒന്നിനും കൊള്ളത്തില്ല. അതിനകത്ത് ഇത് തുറന്നില്ല എന്ന് തോന്നുന്നു. ഒരു ചെറിയ തുള ഇട്ടുണ്ട്. അത് വെന്തിട്ടുണ്ടോ സ്വീറ്റ് പൊട്ടറ്റോ? ആണല്ലേ, അത്രയും കഴിച്ചാൽ മതി. ബേക്ക്ഡാന്ന് വിചാരിച്ച് കഴിച്ചാൽ മതി. ഇത് കണ്ടോ, ഒരു കലം സൂപ്പ്, ഒരു വികാരവും ഇല്ല, പക്ഷെ നല്ല വെള്ളമാണ്. ഞാൻ കുടിച്ചിട്ട് ബാലൻസ് തരും. ഇനി ഒരു പാത്രവും കൂടെ കഴുകാൻ എനിക്ക് വയ്യ.
നല്ല കോളായിരുന്നു. രാവിലെ ഞാൻ ചേട്ടൻ എങ്ങനെ രാവിലെ വന്ന് ഇത്രയും പാത്രം കഴുകാൻ പറ്റുന്നു? അതാണ് ഇനി ജോലിക്ക് പോകാനുള്ള മോട്ടിവേഷൻ. പാത്രം കഴുകുമ്പോ ജോലിക്ക്, അതായത് ഇവിടുന്ന് ഇറങ്ങാൻ അതിന് ഇത് കണ്ടിട്ട് ഇനിയിപ്പോ എല്ലാ ദിവസവും ഒരു കുക്കിട്ട് പാത്രം എന്തെങ്കിലും പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരുന്നു. ഇനിയും ഞാനും കൂടെ ഇവിടെ ഇല്ല, കൊച്ചിന്റെ തന്നെ ഇതെല്ലാം കൂടെ കാണിക്കണ്ടല്ലോ. അയ്യോ. അപ്പൊ ശരി എന്നാ, ബൈ ബൈ.